നമസ്കാരം. സെൽഫ് മിററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പവിഴം. ഞാൻ ലൈഫ് കോച്ചാണ്, ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്, അതുപോലെ ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആകുന്നുണ്ട്, പക്ഷെ ലൈഫിലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാനിഫെസ്റ്റ് ആകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, അത് മനസ്സിലാകുന്നില്ല, എങ്ങനെയൊക്കെ ചെയ്തിട്ടും അതങ്ങോട്ട് ഓർഡർ ആവുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നത്. അവർക്ക് ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു മാജിക്കോ മന്ത്രോ ഒന്നുമല്ല. നമ്മുടെ വിശ്വാസപ്രകാരമുള്ള ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും വഴിപാട് കഴിക്കുന്നത് പോലെയുള്ള ഒരു പ്രോഗ്രാം അല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ മൈൻഡിന്റെ പ്രവർത്തനമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ദഹന പ്രക്രിയ പോലെ, അത് പല പ്രൊസീജിയറിലൂടെയാണ് ദഹന പ്രക്രിയ നടക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളില് സദാസമയവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ഇല്ലെങ്കിലും ആ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ സാധാരണ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. ആ പ്രവർത്തനമാണ് നമ്മൾ എന്തിനെ പറ്റിയാണോ സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്ത നമ്മുടെ ജീവിതമായിട്ട്, നമ്മളുടെ അനുഭവങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ദിവസം 50,000 തൊട്ട് 70,000 വരെ ചിന്തകളിൽ കൂടി കടന്നു പോകുന്നു എന്നാണ്. ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ 50,000 തൊട്ടിട്ട് 70,000 ചിന്തകൾ, തോട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. ചിന്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കും. ചിലപ്പം നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും. പല കാര്യങ്ങൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ചില സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഈ 70,000 ചിന്തകളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ ഉണ്ട്, 50,000 തൊട്ട് 70,000 വരെ ഒരു മനുഷ്യന്റെ ചിന്ത 24 മണിക്കൂറിനുള്ളിൽ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തകളുടെ ആകത്തുക, അതായത് ഇത്രയധികം ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ ഈ ചിന്തകളുടെ ആകത്തുക എത്ര ആണോ അല്ലെങ്കിൽ എന്താണോ അതാണ് നമ്മുടെ ജീവിതമായിട്ട് സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങളിപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നത്തിലാണെന്ന് കരുതുക. നോർമലി നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാം, എനിക്ക് എങ്ങനെ പണം ലഭിക്കും, ഇതിനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ പണം ലഭിക്കാതെ വന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ സങ്കടങ്ങൾ, നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, ഇതിനെ പറ്റിയായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നോർമലി ഒരു മനുഷ്യന്റെ സാഹചര്യം അങ്ങനെയാണ്. ആ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ആ പൈസ കിട്ടിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, ആ പൈസ ഇല്ലെങ്കിൽ നാളെ ഇനി സംഭവിക്കാൻ പോകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്, ഇത്രയും പണം എനിക്ക് ആവശ്യമുണ്ട്, ആ പണം ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റി ആ മനുഷ്യൻ ചിന്തിക്കുകയും അത് മനസ്സിൽ കാണുകയും ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എന്തായി? ആ മനുഷ്യന്റെ 24 മണിക്കൂറിൽ ഭൂരിഭാഗവും ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? ആ ഒരു സാമ്പത്തിക പ്രശ്നവും അതുമൂലം അയാൾക്ക് സംഭവിച്ചേക്കാവുന്ന കഷ്ടതകളുമാണ് അയാൾ ആലോചിക്കുന്നത്. അപ്പൊ അയാളുടെ ചിന്തയുടെ 70% കൂടുതലും അയാളുടെ മൈൻഡ് നെഗറ്റീവ് ആയിരിക്കും. കാരണം ആഗ്രഹമുണ്ട് പൈസ വേണമെന്ന്, അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും പണം അയാൾക്ക് വേണമെന്ന്. പക്ഷെ അയാൾ ചിന്തിക്കുന്നത് എന്താണ്? അയാൾക്ക് ആ പണം ഇപ്പോൾ ഇല്ല, അതുണ്ടാക്കാൻ എന്തു വേണം, അതില്ലാത്തത് കൊണ്ട് അയാൾ എന്തൊക്കെ അനുഭവിച്ചു, അതില്ലാത്തത് കൊണ്ട് ഇനി അയാൾ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത്, ഇതിനെ പറ്റി ആയിരിക്കും അയാൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കുക. എന്ത് സംഭവിക്കുന്നു? അയാൾ ആഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കില്ല, പകരം അയാൾ ചിന്തിച്ച കാര്യം സംഭവിക്കുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തും ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും, നിങ്ങൾക്കത് നേടാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇതിന്റെ കൂടെ വേറൊരു സത്യം കൂടിയുണ്ട്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കുന്നതായിട്ട് ചിന്തിക്കുകയും കൂടി വേണം. നിങ്ങൾ ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ കുറച്ച് പ്രണയം ഒന്ന് നിങ്ങൾ അയാളുമായിട്ട് ഡീപ്പായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണ്? അയാളെ എനിക്ക് നഷ്ടപ്പെടുമോ, ഞങ്ങളുടെ ബന്ധം
തകരുമോ, ഞങ്ങളുടെ ഇടയിലേക്ക് മറ്റാരെങ്കിലും കയറി വരുമോ, ഞങ്ങളുടെ വീട്ടുകാർ ഇതിനെ എതിർക്കുമോ. അപ്പോൾ അയാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന സകല ദുരന്ത കഥകളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ എന്തായി, പതുക്കെ പതുക്കെ നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആകുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അത്രമാത്രം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇടയിലോട്ട് മൂന്നാമതൊരാൾ വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അതിനെ എതിർക്കാനോ ആ റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങൾ വരാനോ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീവ്രമായിട്ടൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കുന്നതായിട്ട് അതിനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് സംഭവിക്കുള്ളൂ. കാരണം നിങ്ങളുടെ ബ്രെയിൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനോട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. ഇമോഷൻസിലൂടെയാണ് നിങ്ങൾ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, പക്ഷെ അതാണ് സത്യം. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ബ്രെയിൻ അതിൻ്റെ ഭാഷയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ദേഷ്യം നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് ആവശ്യമാണ്, ഇനിയും ഇനിയും നിങ്ങൾക്ക് ദേഷ്യം വേണം. മനസ്സിലായോ? അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് പറയാവോ, നിങ്ങളെ കൂടുതൽ ദേഷ്യമുള്ള വ്യക്തികളിലേക്ക്, കൂടുതൽ ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും എല്ലാം നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. ആ വഴിയിലോട്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കണം, നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം, അനുകൂലമായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ, കുട്ടിക്കാലം തൊട്ടേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ആളുകൾ എപ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട്, ആപത്തുകളെ കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മനസ്സിലായി? നമ്മൾ ചെറുതിലെ പറയും, നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും പറയും, ദേ മുതല വരുന്നുണ്ട്, കൊക്കാച്ചി വരുന്നുണ്ട്, സിംഹം പിടിക്കാൻ വരും, അങ്ങനെ ആന കുത്താൻ വരും, അപ്പൊ വേഗം ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കാത്ത പിള്ളേരെ പിടിക്കാൻ പിച്ചക്കാർ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ സമയം കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, തെറ്റായിട്ടുള്ള ഒരു പരിധി, ഇതൊക്കെ കുട്ടികളിലേക്ക് ഫോഴ്സ്ഫുള്ളി ചേർക്കുക. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം പഠിച്ചിട്ട് വന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തതും. നമ്മൾ ചെറുതിലെ ഒരുപാട് പേര് ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സിനിമ കണ്ട് നമ്മളെ സ്വാധീനിച്ചത് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പം പ്രണയം തകർന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ കേൾക്കുകയും അങ്ങനത്തെ സിനിമ കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രണയം തകർന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മൾ വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്യും. അത് അയാളുടെ അവസ്ഥയോർത്ത് നമ്മൾ വെറുതെ വേദനിക്കും. പക്ഷെ ഫ്യൂച്ചറിലോട്ട് വന്നു കഴിയുമ്പോൾ, നമ്മുടെ ലൈഫിൽ ഒരു പ്രണയം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഈ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ പ്രണയം തകർന്നതാണല്ലോ, അവിടെ നിരാശ ഉണ്ടായില്ലോ, അപ്പൊ എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുമോ, ഇനി ഇൻസെക്യൂരിറ്റി ഫീല്, നമ്മൾ തെറ്റായ ധാരണകളെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായി, ബ്രെയിൻ കരുതുന്നത് നമ്മളെ രക്ഷിക്കാനല്ല, പ്രണയ നിരാശ നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളെ രക്ഷിച്ചേക്കാം എന്നല്ല ബ്രെയിൻ കരുതുന്നത്. പകരം നമ്മൾ ആ ചിന്തിക്കുന്ന കാര്യം നമുക്ക് ആവശ്യമുള്ളതാണ്, അത് നമുക്ക് ഇഷ്ടമാണ്, അത് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ് ബ്രെയിൻ കരുതുന്നത്. കാരണം ആ ഒരു വൈബ്രേഷനാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ തീ കത്തിച്ചു വെച്ചാൽ തീയുടെ ചുറ്റും എന്താ ഉണ്ടാവുക, തണുപ്പുണ്ടാവുമോ? തീയുടെ ചുറ്റും തണുപ്പുണ്ടാവില്ല, ചൂടല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു പേടി നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പേടിയുടെ ചുറ്റും പേടിയുടെ തന്നെ വൈബ്രേഷനാണ് ഉണ്ടാവുക. തീയുടെ ചുറ്റും തീയുടെ വൈബ്രേഷൻ അല്ലേ ഉണ്ടാവുക. അതുപോലെ നമുക്ക് ഭയം നമ്മൾ ഉണ്ടാക്കിയാൽ ഭയത്തിന് ചുറ്റും ഭയത്തിന്റെ വൈബ്രേഷനാണ് ഉണ്ടാവുക. മനസ്സിലായോ? അതുപോലെ നിങ്ങൾ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ സ്നേഹത്തിന് ചുറ്റും സ്നേഹത്തിന്റെ വൈബ്രേഷനാണ് ഉണ്ടാവുക. നിങ്ങൾ നഷ്ടത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നഷ്ടത്തിന് ചുറ്റും നഷ്ടത്തിന്റെ വൈബ്രേഷനാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഏത് ചിന്തയാണോ നിങ്ങളുടെ ബ്രെയിനിൽ നിറയ്ക്കുന്നത്, ആ ചിന്തയാണ് നിങ്ങളുടെ ബ്രെയിൻ പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്യുക. അപ്പം ഈ വൈബ്രേഷനാണ് അട്രാക്ഷൻ ആകുന്നത്. മനസ്സിലായില്ലേ? കാന്തം അതിന് ചുറ്റും ഉള്ളതിനെ ആകർഷിച്ചെടുക്കുന്നത് പോലെ നമ്മളുടെ ബ്രെയിൻ ഒരു മാഗ്നറ്റ് ആണ്. ബ്രെയിനിന് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. അത് സെയിം തരംഗങ്ങളെയാണ്
അട്രാക്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്, സെയിം തരംഗങ്ങളെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്നേഹത്തിനെ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് പുറത്തു പോയിട്ട് വെറുപ്പിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരില്ല, അത് സ്നേഹത്തിനെയാണ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മളുടെ ബ്രെയിനിലെ ഭൂരിഭാഗം ഉള്ളത് ഏതാണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ഷൻസ് ഉണ്ടാകുക. അപ്പൊ ഇനി തൊട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കുകൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടായിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനായിട്ട്. നിങ്ങൾ പോസിറ്റീവ് വരുന്നില്ല, നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഒരു ദിവസത്തെ ഈ 50,000 തൊട്ട് 70,000 വരെയുള്ള ചിന്തകളിൽ ഏകദേശം 70% മുകളിലും നിങ്ങൾ തെറ്റായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് 70% തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ എന്ത് ചെയ്താലും അത് നെഗറ്റീവായിട്ട് മാറും. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടിരിക്കുന്നത് പോലും ഈ ഒറ്റ ചിന്ത കാരണം മാറിപ്പോകും. ചിലത് നമ്മൾ പറഞ്ഞ കേട്ടില്ലേ, ചുണ്ടിന്റെ അടുത്ത് വന്നിട്ട് തട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതൊരു കഥയാക്കി എഴുതി വെക്കുക. ലവ് സ്റ്റോറി, നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെ സക്സസ് ആകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഒരു സക്സസ് ആയിട്ട് ഒരു സ്റ്റോറി എഴുതി വെക്കുക. ആ സ്റ്റോറി നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും ഡിപ്രഷൻ വരുമ്പോഴും വായിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എത്രമാത്രം സാമ്പത്തികമാണോ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കുക. എനിക്ക് ഇത്ര രൂപ ഉണ്ടായിരുന്നു, ആ ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ ഇത്ര ആളുകൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി, അവർക്ക് സന്തോഷമായി, അതിനുശേഷം ആ പണം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ എഴുതി എഴുതി വെച്ചിട്ട് അതൊരു സ്റ്റോറി പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്തെല്ലാം ഈ ഒരു സ്റ്റോറി എടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി? ഇതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വൈകുന്നതിന്റെ കാരണം. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ കാര്യം, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ, നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലം തൊട്ട് നമ്മളുടെ അമ്മ സ്വീകരിച്ച ഇമോഷൻസ് ഉണ്ട്, അത് നല്ലതോ പൊട്ടയോ എന്തു തന്നെയാണെങ്കിലും ആ ഒരു ഇമോഷൻസിനോട് കൂടിയിട്ടാണ് നമ്മളുടെ ബ്രെയിനിൽ പാറ്റേണുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളുടെ വളർന്നു വന്ന സാഹചര്യം തീർച്ചയായിട്ടും നമ്മളുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സ്വാധീനിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മളുടെ ജന്മം കൊണ്ട് നമ്മൾ സ്വീകരിച്ച് ഇവിടം വരെ എത്തിച്ച ആ ഒരു നെഗറ്റീവ് പാറ്റേണുകൾ, നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നമുക്ക് തീർച്ചയായിട്ടും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ആ നെഗറ്റീവ് സിസ്റ്റത്തിനെ മൊത്തം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളുടെ പുതിയ പോസിറ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് നമ്മളുടെ ബ്രെയിനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വൈകുന്നതിന്റെ പ്രധാന കാരണം ഒരു ദിവസത്തെ മുഴുവൻ ചിന്തകൾ, ഒരു കാര്യത്തെ പറ്റിയല്ല എല്ലാ കാര്യത്തെ പറ്റിയിട്ടും, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടാണെങ്കിൽ ശരിയുള്ള ടോട്ടൽ ആയിട്ടുള്ള നിങ്ങളുടെ ചിന്തകളിൽ 70% ചിന്തകളും നിങ്ങൾക്ക് എതിരായിട്ട്, അതായത് അത് സംഭവിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം സംഭവിച്ചാൽ എന്ന് കരുതി നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഫുൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് സംഭവിക്കുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള വാട്സപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കേട്ടോ. പേഴ്സണലി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ അതിന് വേണ്ടുന്ന റിപ്ലൈ തരുന്നതായിരിക്കും. Thank you so much.